നമസ്കാരം. 140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നടൻ സലീം കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരുവന്നൂർ കേസിൽ CPM-ന് തിരിച്ചടി. 28 പ്രതികളെയും വിചാരണ ചെയ്യാമെന്ന് കോടതി. രക്ഷാപ്രവർത്തനം കേസിൽ SITക്ക് കോടതിയുടെ വിമർശനം. ജാമ്യാപേക്ഷയിൽ വിധി ചൊവ്വാഴ്ച. ഒന്നര വയസ്സുകാരന്റെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഓടാതിരിക്കാൻ ലൈറ്റർ ഉപയോഗിച്ച് പൊള്ളിച്ചു. കനത്ത മഴ, ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യത. ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ഉത്തരവിട്ട് കളക്ടർ. നടൻ സലീം കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് നടൻ സലീം കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള നടൻ വെന്റിലേറ്ററിലാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധന നടത്തുകയാണ്. കരൾ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സലീം കുമാർ ചികിത്സയിലായിരുന്നു. കരൾ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. നടന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. കരുവന്നൂർ കേസിൽ CPM-ന് തിരിച്ചടി. 28 പ്രതികളെയും വിചാരണ ചെയ്യാമെന്ന് കോടതി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPM-ന് തിരിച്ചടി. CPM നേതാക്കൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് PMLA കോടതി നിരീക്ഷിച്ചു. 28 പ്രതികളെയും വിചാരണ ചെയ്യാമെന്ന് ED സമർപ്പിച്ച കുറ്റപത്രം പരിഗണിക്കവെ കോടതി ഉത്തരവിട്ടു. CPM-ഉം തൃശൂരിലെ നേതാക്കളും ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതികളാണ്. CPM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന KC മൊയ്തീൻ, K രാധാകൃഷ്ണൻ, MM വർഗീസ് തുടങ്ങിയവരാണ് പ്രതികൾ. കരുവന്നൂർ തട്ടിപ്പിൽ 232 കോടിയുടെ തട്ടിപ്പും കള്ളപ്പണ ഇടപാടും നടന്നെന്ന് ED കണ്ടെത്തിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ നിർമ്മൽ കുമാർ മോശയാണ് കലൂർ PMLA കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. രക്ഷാപ്രവർത്തനം കേസിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ചൊവ്വാഴ്ച പ്രഖ്യാപിക്കും. ഇരുവിഭാഗത്തിന്റെയും വാദം വിശദമായി കേട്ട ശേഷമാണ് കോടതി വിധി ചൊവ്വാഴ്ച പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചത്. വധശ്രമക്കുറ്റം ചുമത്തിയ SIT നടപടിയെ കോടതി ചോദ്യം ചെയ്തു. പെട്ടെന്നുള്ള പ്രതികരണം അല്ലേ ഉണ്ടായതെന്ന് കോടതി ചോദിച്ചു. സാഹചര്യം നിയന്ത്രിക്കാനായിരുന്നോ മർദ്ദനമെന്നും കൃത്യനിർവഹണത്തിനപ്പുറം ചെയ്തുവെന്നാണ് ചാർജ്. ഇത്തരം പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഗൺമാൻമാർക്ക് മുൻകൂട്ടി അറിയാമായിരുന്നോ എന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചിരുന്നോ എന്നും കോടതി ചോദിച്ചു. മെഡിക്കൽ റിപ്പോർട്ട് കിട്ടും മുൻപ് ജാമ്യമില്ലാ വകുപ്പുകൾ കൂടി ചേർത്തു. മെയ് 30-ന് ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ഉണ്ടായിരുന്നത്. എന്നാൽ ചുരുങ്ങിയ സമയപരിധിയിൽ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്തത് എന്തിനെന്നും കോടതി ചോദിച്ചു. നെടുമങ്ങാട് ഒന്നര വയസ്സുകാരൻ അർഷിദ് മരിച്ച സംഭവത്തിൽ കുട്ടിയെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നുവെന്ന് സമ്മതിച്ച് അമ്മയും രണ്ടാനച്ഛനും. സൈക്കിളിൽ നിന്ന് വീണ് കുട്ടിയുടെ കൈ ഒടിഞ്ഞിട്ടും 12 ദിവസം കഴിഞ്ഞാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നെന്നും ഓടി നടക്കാതിരിക്കാൻ ലൈറ്റർ ഉപയോഗിച്ച് പൊള്ളിച്ചതായും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. പ്രതികളായ അമ്മ അഖിലയും പങ്കാളി അഷ്കറും പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് കുട്ടിയോട് ചെയ്ത ക്രൂരതകൾ സമ്മതിച്ചത്. കുട്ടിയോട് ക്രൂരതകൾ ചെയ്തത് ഒന്നിച്ചുള്ള ജീവിതത്തിന് തടസ്സമാകുമെന്ന് കരുതിയാണെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. കുഞ്ഞിന് ക്രൂരമായ മർദ്ദനമാണ് മരിക്കുന്നതുവരെ നേരിടേണ്ടി വന്നതെന്നാണ് അമ്മയും രണ്ടാനച്ഛനും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോൾ പുറത്തു വന്നത്. കനത്ത മഴ, ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യത. ജനങ്ങളെ മാറ്റി പാർപ്പിക്കാൻ ഉത്തരവിട്ട് കളക്ടർ. കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരട്ടി, പന്നിയേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങളെ ഉടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മാറ്റി താമസിപ്പിക്കലിനും ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ വടകര RDO നോഡൽ ഓഫീസറും വടകര തഹസീൽദാരെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായും ചുമതലപ്പെടുത്തി.
ഒഴിപ്പിക്കൽ നടപടികൾക്ക് ആവശ്യമായ പോലീസിനെ വിന്യസിപ്പിക്കാനും ക്യാമ്പുകൾക്കും ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾക്കും സുരക്ഷ നൽകാനും ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ മെഡിക്കൽ ടീമുകൾ ക്യാമ്പുകളിൽ നേരിട്ടെത്തി പരിശോധന നടത്തുകയും അടിയന്തര മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയും വേണം.